നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. എങ്ങനെയാണ് ഓരോ ജീവിതങ്ങളും അനുഗ്രഹീതമാകുന്നത്? ഓരോ വ്യക്തി ജീവിതങ്ങളും ജന്മം കൊണ്ടും കർമ്മം കൊണ്ടുമാണ് അനുഗ്രഹീതമാകുന്നത്. 9 മാസം വിശുദ്ധ അന്ന ഉദരത്തിൽ വഹിച്ചതും 3 വർഷത്തോളം യോവാക്കിമും അന്നയും സ്നേഹത്തോടെ ലാളിച്ചതും ദേവാലയത്തിൽ സമർപ്പിച്ചതും ഇന്ന് അനേകർ വണങ്ങുന്നതും മാധ്യസ്ഥ്യം തേടുന്നതുമായ ഒരു മുഖമാണ് മറിയത്തിൻ്റേത്. വചനത്തിൻ്റെ അമ്മയാകുവാൻ അവൾ വിളിക്കപ്പെട്ടു. തൻ്റെ ജനനം വഴിയായി, തൻ്റെ കർമ്മം വഴിയായി. ഉഷകാല നക്ഷത്രത്തിൻ്റെ ഉദയമാണ് മറിയത്തിൻ്റെ ഈ ജനന തിരുനാള്. അവളുടെ ജനനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധരാവുക, വിശുദ്ധിയിൽ ജീവിക്കുക എന്നതാണ്. അപൂർണതയിൽ നിന്നും പരിപൂർണതയിലേക്കുള്ള ഒരു ഉയർച്ച, ഒരു അനുഗ്രഹത്തിൻ്റെ ജീവിതമായിരിക്കണം ഓരോ വ്യക്തികളുടേതുമെന്ന് അവളുടെ ജനനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് രക്ഷകനായ ദൈവത്തെ വാഴ്ത്തുവാനും മഹത്വപ്പെടുത്തുവാനും അവനിൽ ആനന്ദിക്കുവാനും നമ്മുടെ ജന്മവും വഴിയായി നമുക്കും സാധിക്കണം. അതിന് പരിശുദ്ധ ദൈവമാതാവിനോട് ഈ ജനന തിരുനാളിൽ പ്രാർത്ഥിക്കാം. അവൾ നമുക്കായി മാധ്യസ്ഥമേകി പ്രാർത്ഥിക്കട്ടെ. 71 സങ്കീർത്തനത്തിൻ്റെ 6 വാക്യത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഈ ജനന തിരുനാളിൻ്റെ പ്രാർത്ഥനകൾ ഏവരുടെയും ജീവിതത്തിലും നിയോഗങ്ങളിലും ഉണ്ടാകട്ടെ. ആമേൻ.